എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല നാടൻ വെളിച്ചെണ്ണയിൽ ഒരു പ്രത്യേക തരം രുചിക്കൂട്ട് തയ്യാറാക്കിയിട്ട് അതിലേക്ക് നല്ല കാന്താരിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ അമ്മിക്കല്ലിലിട്ട് നന്നായി ചതച്ച് അതിലേക്ക് നല്ല ഇടിച്ചക്കയും കൂടി ചേർത്ത് വെക്കുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള ഇടിച്ചക്കത്തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. വായോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്നേഹത്തോടെ സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ പോയിട്ട് ഇടിച്ചക്കൊന്ന് പറിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നിറഞ്ഞ് കുത്തിക്കിടക്കുന്നൊരു പ്ലാവാണ് കേട്ടോ. അത് നോക്കി ഇതുണ്ടോ, അതിൻ്റെ ഏറ്റവും അടിയിൽ കായ്ച്ച ചക്ക അത് കണ്ടോ, മണ്ണിലാണ് അത് കിടക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. പിന്നെ അതിൽ സങ്കടകരമായ കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഭയങ്കര രാവിലെയൊക്കെ നല്ല മഞ്ഞും നല്ല തണുപ്പുമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ധാരാളം ചക്ക ഉണ്ടാകുന്നുണ്ട്. ഇത് കണ്ടോ, അതിൽ ഓരോ ചക്കയൊക്കെ ചൂട് കാരണം ഇങ്ങനെ ചീഞ്ഞും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു സങ്കടമാണ്. വളരെ നിറച്ച് നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് കൈകൊണ്ട് പറിച്ചെടുക്കാവുന്ന അത്രയും താഴെ തന്നെയാണ് കൂടുതലും ചക്ക ഉണ്ടായിട്ടുള്ളത്. അപ്പം നമുക്കിതിൽ നിന്ന് നല്ല അത്യാവശ്യം എന്താ പറയുക, ഒരുപാട് മുറ്റിയ ചക്ക വേണ്ട, എന്നാൽ ഒരുപാട് പിഞ്ചും വേണ്ട, ഒരു ഇടത്തരം വലുപ്പത്തിലുള്ളൊരു ചക്കയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ചക്ക കട്ട് ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയിൽ അതൊന്നും തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ചക്ക പറിച്ചിട്ട് അത് പിന്നെ എങ്ങനെയാണിത് തയ്യാറാക്കുന്നത് നോക്കാം. രുചികരമായിട്ടുള്ള ഇതിൽ ചേർക്കുന്ന ഒരു കൂട്ടിൻ്റെ വ്യത്യസ്തത കൊണ്ട് തന്നെ പിന്നെ രുചിയിൽ വരുന്ന ഒരു എന്താ പറയുക, രുചി വ്യത്യാസമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ ഞാൻ ആവശ്യത്തിന് നമുക്ക് തോരനുള്ള ഒരു ചക്ക ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതുണ്ടോ, അതിൻ്റെ കൂനൊക്കെ ചെത്തിക്കളഞ്ഞ് ഈ ഒരു വലുപ്പത്തിൽ നമുക്കത് കുക്കറിലിട്ടിട്ട് ഒറ്റൊരു വിസിലടിക്കേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ചക്ക നമുക്ക് ആവശ്യത്തിന് എത്രത്തോളം ആളുകളുണ്ടോ അതനുസരിച്ച് ചക്ക എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ചക്ക എടുത്ത് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് പിന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിന് കുറച്ച് പച്ചമുളക്, പിന്നെ നമ്മൾ കാന്താരി തേങ്ങയുടെയൊക്കെ കൂടെ നന്നായി ചതച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഒരു 4 പച്ചമുളക് ഇതിൻ്റെ കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴും ഒരു പ്രത്യേക രുചി നമുക്ക് വ്യത്യാസമായിട്ട് തന്നെ കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് അല്പം വെള്ളമാണ്. ഒരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ 1/2 ഗ്ലാസ് അളവിൽ വെള്ളം മതി. കാരണം ഒറ്റ വിസിലേ നമ്മൾ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ് അടുപ്പിക്കുന്നുള്ളൂ. അപ്പോൾ അതേ ഒരു 1/2 ഗ്ലാസ് വെള്ളമേ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം മതി. എന്നതിന് ശേഷം ഇത് ഒറ്റൊരു വിസിൽ ഒന്ന് അടുപ്പിച്ച് കൊണ്ടുവരാം കേട്ടോ. അതൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ ഒന്ന് വിസിലടിച്ച് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് അരപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതേ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അരമുറി തന്നെ ഇല്ല കേട്ടോ, ഒരു 1/4 മുറിയിലും കുറച്ചും കൂടി കൂടുതൽ കേട്ടോ. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയൊരു പിടുത്തം വെളുത്തുള്ളി, ചെറിയൊരു പിടുത്തം ചെറിയുള്ളി, കാന്താരി മുളക്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണിലും കുറവ് ചെറിയ ജീരകം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കാന്താരി നല്ല എരിവുള്ളത് കൊണ്ട് തന്നെ വളരെ കുറച്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ ചക്ക വേവിക്കാനായിട്ട് കുക്കറിലിട്ട് കൊടുത്തപ്പോൾ ആ കൂടി നമ്മൾ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള കാന്താരി ആയതുകൊണ്ട് കുറച്ച് മാത്രമാണ് ഈ ഒരു ടൈമിൽ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കാൻ ചിരകിയൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഒറ്റ വിസിലടിച്ചു. ഇത് കണ്ടോ, നമ്മുടെ ചക്ക നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ പീസുകൾ ഇങ്ങനെ പെറുക്കി കഴിക്കാൻ തന്നെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അടിപൊളിയാണ്. ഈ ഒരു ടൈമിൽ ചക്ക ഉപയോഗിച്ചിട്ട് എന്താ പറയുക, മൂത്ത ചക്ക വെച്ചിട്ട് ഒരുപാട് വിഭവങ്ങൾ നമുക്ക് പിന്നീട് ഉണ്ടാക്കാം. എന്നാൽ അതെന്താണ്, അധികം മൂക്കാത്ത കുഞ്ഞ്, ഇവിടെയൊക്കെ ഇടിച്ചക്ക എന്നാണ് ഞങ്ങൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇടിച്ചക്ക ഉപയോഗിച്ചുള്ള വിഭവങ്ങൾ നമുക്കിപ്പോൾ തയ്യാറാക്കി നോക്കാം കേട്ടോ. ഇപ്പോൾ അതേ നമ്മൾ പിന്നെ ഇന്നിപ്പോൾ നമുക്കിവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അമ്മിക്കല്ലിൽ വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കല്ല് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെളുത്തുള്ളിയും നല്ല എരിവുള്ള കാന്താരിയും ചെറിയുള്ളിയും കറിവേപ്പിലയും എല്ലാം കല്ലിലിട്ട് അടച്ചെടുക്കുമ്പോണ്ടല്ലോ ഒരു അടിപൊളി മണമാണ്. അപ്പോൾ എനിക്കിത് അരയ്ക്കുന്ന പൂർണ്ണമായിട്ട് കാണിക്കാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ തന്നെ ഫോണ് പിടിച്ചിട്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ നമുക്ക് ട്രൈപ്പോഡൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. എനിക്ക് അരയ്ക്കാൻ ആരും ഷൂട്ട് ചെയ്ത് തരാൻ ആളില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പതുക്കെ ട്രൈപ്പോഡിലേക്ക് ഫോൺ മാറ്റുന്ന ടൈമിൽ അത് പരിഹരിക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ക്ഷമിച്ചേക്കണേ. ഇപ്പോൾ ഇത് ഞാൻ തേങ്ങയൊക്കെ ഒന്ന് ചതച്ചെടുക്കേ വേണ്ടുള്ളൂ കേട്ടോ. ഇനി കല്ല് കഴുകണ്ട, നമ്മൾ ആദ്യം ഈ ഒരു തേങ്ങയുടെ കൂട്ട് ചതച്ചെടുക്കുന്ന ടൈമിൽ തന്നെ പിന്നെ ഈ ഒരു കല്ലിലേക്ക് തന്നെയാണ് നമ്മൾ പിന്നെ എന്താണ് നമ്മളുടെ ഈ ഒരു ചക്ക ഉണ്ടല്ലോ, ചക്ക വേവിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ കല്ലിൽ വെച്ചിട്ട്. അപ്പോൾ ഈ കല്ല് കഴുകൊന്നും വേണ്ട. അപ്പോൾ അതേ തേങ്ങ അത്യാവശ്യം ഈ ഒരു പരുവായാൽ മതി. തേങ്ങയും കറിവേപ്പിലയും അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള മണം വരുന്നുണ്ട് കേട്ടോ. കാരണം കറിവേപ്പിലയും
പിന്നെ എന്താ പറയുക ജീരകവും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും കാന്താരിയും ഒക്കെ കൂടി ഇങ്ങനെ ഈ തേങ്ങേൻ്റെ കൂടെ അങ്ങ് നമ്മൾ മിക്സിയിലിട്ട് പിന്നെ എന്താ പറയുക ഒന്ന് ക്രഷ് ചെയ്തെടുത്താലൊന്നും ഈ ഒരു ഇത്രയും നല്ലൊരു രുചി കിട്ടൂല കേട്ടോ. ഇത് ഈവനായിട്ട് എല്ലാ പോർഷനും ഇങ്ങനെ കല്ലിൽ കിടന്നിട്ട് ഇങ്ങനെ ചതഞ്ഞ് വരുമ്പോൾ അതൊരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ. അത് എന്താ പറയുക, നമുക്കത് മിക്സിയിൽ കഴിക്കുന്നവരിത് മാറ്റി കഴിച്ച് നോക്കിയാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ആ കല്ല് ഞാൻ കഴുകിയിട്ടൊന്നുമില്ല, അതിലേക്ക് തന്നെ നമ്മൾ ഓരോ പിടുത്തായിട്ട് നമ്മൾ ഇടിച്ചക്ക വേവിച്ച് വെച്ചത് മഞ്ഞളും മുളകും ചേർത്ത് വേവിച്ച് വെച്ച ഇടിച്ചക്ക ഇത് കണ്ടോ, ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ഒരു അമ്മിക്കുട്ടി ഒന്ന് വെച്ച് കൊടുക്കേ വേണ്ടുള്ളൂ. ഇതുണ്ടോ നല്ല പൊടി പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കൃഷി ചെയ്യേണ്ട. അതും കൂടി നമ്മൾ ഈ തേങ്ങേൻ്റെ കൂട്ടി വെച്ച അതേ പാത്രത്തിലേക്ക് ഇത് മൊത്തം ഒന്ന് ചതച്ചെടുക്കട്ടെ കേട്ടോ. ഇതിൻ്റെയൊക്കെ രുചി എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഉണ്ടാവുന്നതൊക്കെ സീസണലായിട്ട് ഉണ്ടാവുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ മാത്രമാണ് ഇതൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കിട്ടുന്നിടത്തു നിന്നൊക്കെ നമ്മൾ ഇങ്ങനത്തെ എന്താ പറയുക ചക്ക വിഭവങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ഈ ഒരു രുചി എല്ലാവരും അറിയണം കേട്ടോ. പണ്ട് കാലങ്ങളിലൊക്കെ ധാരാളമായിട്ട് എൻ്റെയൊക്കെ കുഞ്ഞുനാളിലൊക്കെ അമ്മയൊക്കെ എന്താ പറയുക, നമ്മൾ ഇന്നത്തെ പോലെ അങ്ങനെ ഒരുപാട് പച്ചക്കറികളൊന്നും മാർക്കറ്റിൽ നിന്ന് മേടിച്ച് കൊണ്ടുവരുന്ന ഒരു കാലമല്ലായിരുന്നു. കാരണം അത്യാവശ്യം ഒരുവിധം പച്ചക്കറികളെല്ലാം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമായിരുന്നല്ലേ. അന്ന് ഉണ്ടാക്കുന്ന അതേ ഒരു രുചിക്കൂട്ട് തന്നെ ഞാനൊന്ന് ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ അതേ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കടുക്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കടുക്, അതിൽ 2-3 ഉഴുന്ന്, അതുപോലെ തന്നെ 2-3 പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് നിങ്ങൾ പിന്നെ എന്താ പറയുക സ്കിപ്പ് ചെയ്യരുത്, അതുപോലെ തന്നെ അത് ചേർക്കണം. പിന്നെ നമ്മൾ ചോറ് വയ്ക്കുന്ന അരി ഒരു 2 ടീസ്പൂൺ അരി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ തന്നെ അതിൻ്റെ വെള്ളമെല്ലാം പോയി കിട്ടും. എന്നിട്ട് ഈ കടുകും പിന്നെ ഉഴുന്ന് പരിപ്പും കൂടി ഒന്ന് മൂത്ത് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഒരു 2 ടീസ്പൂൺ അരി, നമ്മൾ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന അരി എടുത്താൽ മതി. അപ്പോൾ അതും കൂടി നന്നായിട്ട് തീ കത്തുന്ന സമയത്ത് ആ അരിയും കൂടി ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ ഇത് നന്നായിട്ടങ്ങ് പൊട്ടി മുരിഞ്ഞ് വരണം. നന്നായിട്ട് തീ കത്തുന്ന സമയത്ത് ഇതിട്ട് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഈ അരി എന്താ പറയുക മുരിയാതെ ഇരിക്കും. അപ്പോൾ അത് പിന്നെ അങ്ങനെ അല്ല, ഇത് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴാണ് ഈവനായിട്ട് ആ തോരൻ ഇതിൽ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ സാധാരണ ഇടിച്ചക്ക നമ്മളെന്താ പറയുക തോരൻ വെക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്, ഈ ഒരു തോരനെ വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു കൂട്ടുകളൊക്കെയാണ് കേട്ടോ. അത് നൽകുന്ന രുചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് തന്നെ മനസ്സിലാക്കണം. അത് ഗംഭീര രുചിയാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോൾ അതേ അത്യാവശ്യം നമ്മളുടെ അരിയൊക്കെ ഒന്ന് മുരിഞ്ഞ് നല്ല പൊട്ടി മുരിഞ്ഞ് വരുന്ന നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഒന്ന് ഇനി ഇത് അങ്ങ് ഡാർക്ക് കളറായിട്ട് മാറണ്ട, ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ തന്നെ ഉണക്കമുളക്, കറിവേപ്പില, ഒരു 4-5 കുഞ്ഞുള്ളി കട്ട് ചെയ്തതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ ഈ ഒരു അരി ചെറിയതായിട്ടൊന്ന് പൊട്ടി മുരിഞ്ഞ് കഴിയുന്ന ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നീട് കുഞ്ഞുള്ളിയൊക്കെ എന്താ പറയുക ഒന്ന് ഗോൾഡൻ കളറിലൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമ്മളുടെ ഈ അരി പാകത്തിന് മൂപ്പായിക്കോളൂ കേട്ടോ. നല്ല മണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെളിച്ചെണ്ണയിൽ ഇതങ്ങ് ചേരുമ്പോൾ ഒരു അസാധ്യമായ മണമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ നാട്ടിൻപുറത്തുള്ള ഇതുപോലെയുള്ള എന്താ പറയുക ഈ ഒരു സീസൺ ടൈമിൽ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്ന ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഫുഡിൻ്റെ ഭാഗമാക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. കാരണം പുറത്തുനിന്ന് മേടിക്കുന്ന നമുക്കറിയാം ഒരുപാട് വിഷാംശമുള്ള പച്ചക്കറികളാണ്. അപ്പോൾ അതൊക്കെ കുറച്ചിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഒരു കുഞ്ഞ് അടുക്കളത്തോട്ടം എല്ലാവരും ഒരു കുഞ്ഞ് ഗ്രോ ബാഗിലാണെങ്കിൽ പോലും നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ടൈം കൊണ്ട് നമ്മളുടെ എന്താ പറയുക കൂട്ടൊന്ന് മൂത്തപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇടിച്ചക്കയും അതുപോലെ അതിലേക്ക് ചേർക്കാനുള്ള ആ ഒരു കാന്താരീൻ്റെ തേങ്ങേൻ്റെയും കൂട്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ചീനച്ചട്ടിയിലിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അത് കണ്ടോ നല്ല അതിഗംഭീരമായിട്ടുള്ള മണമാണ്. ആ ഒരു കറിവേപ്പിലയും എല്ലാം കല്ലിൽ കിടന്ന് അങ്ങ് അരഞ്ഞ് എന്താ പറയുക കല്ലിൽ കിടന്ന് അങ്ങ് അരച്ചെടുത്തപ്പോഴുള്ള ഒരു പ്രത്യേകമായിട്ടുള്ളൊരു മണം അധികം തന്നെയാണ് കേട്ടോ. അത് നമ്മൾ മിക്സിയിൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്രഷ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര തന്നെ കിട്ടില്ല. പക്ഷേ ഈ കല്ലിൽ വെച്ച് അങ്ങ് അരച്ചെടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേകത ഇതിന് കൂടുതൽ തന്നെയാണ് കേട്ടോ. ടേസ്റ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ തീ അത്യാവശ്യം കത്തുന്നുണ്ട്. നമ്മൾ പുറത്തടുപ്പിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അകത്തുള്ള വെളിച്ചത്തിൻ്റെ കുറവ് കാരണമാണ് കേട്ടോ പുറത്ത് പാചകം ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ഇതിലിനിയുള്ള ഒരു ചെറിയ തോതിൽ ഈ ഒരു ചക്ക വേവിച്ചതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ തോതിൽ എന്താ പറയുക ജലാംശം ഉണ്ടാവും. അതെല്ലാം ഇങ്ങനെ ഇളക്കി ഇട്ടിട്ട് അടി പിടിക്കാതെ ആ ഒരു ജലാംശം ഉണക്കി എടുക്കുകയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇത് കണ്ടോ നന്നായിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് പൂർണ്ണമായിട്ട് ഇതിലെ ജലാംശം മൊത്തത്തിലൊന്ന് കഴിയുന്നത് വരെ ഇങ്ങനെ നമ്മൾ എന്താ പറയുക കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കണം കേട്ടോ.
അപ്പോൾ ഇടിച്ചക്കയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഇടിച്ചക്ക നമ്മളിപ്പോൾ ഒരു കറി ചെയ്തിട്ടുണ്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ. അപ്പോൾ ആ ഒരു കറി നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. കോഴിക്കറിയെ പോലും വെല്ലുന്ന അതിഗംഭീരമായിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികൾ നമ്മുടെ ചാനലിൽ നമുക്ക് നാട്ടിൽ ഇഷ്ടംപോലെ സുലഭമായി കിട്ടുന്ന നമ്മുടെ വീടുകളിൽ നാട്ടിൻപുറത്ത് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അധികം റെസിപ്പികളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ എളുപ്പമാണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പികളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോൾ ലൈക്കും കമൻറ്റും ഒക്കെ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. ലൈക്ക് കമൻറ്റ് സെക്ഷനിലുള്ള ഹൈപ്പ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. ഇത് കണ്ടില്ലേ, ഇപ്പം അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വറ്റി നല്ല തോർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതിയാവും. ഇനി നമ്മളിപ്പോൾ ഒരുപാട് തീയൊന്നും കത്തിക്കുന്നില്ല, ചെറിയ തീയിലിട്ടിട്ടാണ് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുന്നത്. നല്ല എന്താ പറയുക, നമ്മൾ ഈ പ്രദേശത്തുള്ള മൊത്തം ആളുകൾ അറിഞ്ഞിട്ടുണ്ടാവും നമ്മളുടെ വീട്ടിൽ ഇടിച്ചക്ക തോരൻ എന്തോ ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്. കാരണം അത്രയും ഗംഭീരമായിട്ടുള്ള മണമാണ് ഇതെന്ന് പരക്കുന്നത് കേട്ടോ, വെറുതെ പറയുന്നതല്ല. എന്താ പറയുക, അത്രയ്ക്കും രുചികരമാണ്. എല്ലാവരും ട്രൈ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ. താങ്ക് യു.